ഹായ്. എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ നീറ്റ് 2020 എനിക്ക് 1169 ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പോ പഠിക്കുന്നത് എയിംസ് നാഗ്പൂരിലാണ്. തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അപ്പോ നമ്മൾ ഇന്നലെ വരെ കണ്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ഒരു വിധം പകുതി വരെ ആയി. എവിടെ വരെ? കിങ്ഡം ഫംഗൈ വരെ നമ്മൾ ഇന്ന് ചെയ്തു. അപ്പൊ ഇന്ന് നമുക്ക് ബാക്കിയുള്ള കിങ്ഡംസ് നോക്കാം. അതായത് പ്ലാന്റ്, അനിമാലിയ, വൈറസുകളും. പക്ഷെ ഈ പ്ലാന്റ് അനിമേലിയ നിങ്ങൾ വേറെ ചാപ്റ്റർ ആയിട്ട് ഇതിൽ പഠിക്കും. അനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം. അപ്പൊ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇതിലുള്ള ജസ്റ്റ് ഈ കീവേഡ്സ്, കീ സെന്റൻസസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഫംഗൈ വരെ നോക്കി. ഇനി പ്ലാന്റയില് എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവരും യൂക്കാരിയോട്സ് ആണ്. അത് നമുക്ക് എന്തായാലും അറിയാം. പ്രോട്ടിസ്റ്റ് തൊട്ട് എല്ലാവരും യൂക്കാരിയോട്ട് ആണ്. പക്ഷെ ഇവര് പ്രത്യേകത എന്താ, ഇവരിൽ ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉണ്ട്. ക്ലോ ആ ഈ ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ് വേറൊരു സ്പീഷീസിനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതേതാ? യൂഗ്ലിനോയിഡ്സ്. അപ്പൊ അതേപോലെ കിങ്ഡം പ്ലാന്റ് ഇൻക്ലൂഡ്സ് ഓൾ യൂക്കാരിയോട്ടിക് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഓർഗാനിസംസ്. ഇതിൽ പക്ഷെ കുറച്ച് ഒരുവിധം എല്ലാവരും ഓട്ടോട്രോഫിക് ആണ്. പക്ഷെ ചിലവര് ഹെട്രോട്രോഫിക് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ല. അങ്ങനെ ഇല്ലാത്തവർ അവരാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിട്ട്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആൻഡ് എക്സാമ്പിൾ ആണ് ബ്ലാഡർ വോൾ ആൻഡ് വീനസ് ഫ്ലൈ ട്രാപ്പ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇനി പാരസൈറ്റിന്റെ എക്സാമ്പിൾ ഉണ്ട് ഒരെണ്ണം, അതാണ് കസ്ക്യൂട്ട. അപ്പൊ ഈ രണ്ട് എക്സാമ്പിളും ഓർത്ത് വെക്കണം. ഹെട്രോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയ ഈ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആൻഡ് പാരസൈറ്റ്സ്. പിന്നെ ഈ പ്ലാന്റ് സെൽസിന് എല്ലാവരും യൂക്കാരിയോട്ടിക് സ്ട്രക്ചർ ആണ്. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതിനാണ് ക്ലോറോഫിൽ ഉണ്ടാക്കണം. ക്ലോറോഫിൽ കൊണ്ടാണ് അവർ സൺലൈറ്റ് ഉപയോഗിച്ച് അവർ ATP ഫുഡ് ഉണ്ടാക്കും. പിന്നെ ഇവരുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കണം എന്തുകൊണ്ടാണ്? സെല്ലുലോസ്. ഫംഗസിന്റെ സെൽ വോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കൈറ്റിൻ അല്ലെ. ഇനി നമുക്ക് ഇതില് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല. അത് കാരണം നിങ്ങൾ വീണ്ടും പഠിക്കും പ്ലാന്റ് കിണ്ടത്തില്. പക്ഷെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കാര്യം പറഞ്ഞുതരാം. ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ്. ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സിൽ രണ്ട് ഫേസസ് ഉണ്ട്. ഒരെണ്ണം ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ആൻഡ് ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ആയിട്ടുള്ള സ്റ്റേജ്. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ ഉണ്ടാവുക. അപ്പോ ഇത് പല പ്ലാന്റ്സിനും, പല ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനും ഡിഫറെന്റ് ആയിരിക്കും. ഇതിനെയാണ് പറയുന്നത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്ലാന്റ് കിണ്ടത്തിൽ പഠിക്കും. അപ്പൊ ഞാൻ ഇവിടെ അത് പറയുന്നില്ല. ഇനി നമുക്ക് ലാസ്റ്റ് കിണ്ടത്തിലേക്ക് വരാം. അതാണ് നമ്മളുടെ കിങ്ഡം അനിമാലിയ. അനിമാലിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രത്യേകത എന്താ? നമ്മൾ ഹെട്രോട്രോഫിക് ആണ്, യൂക്കാരിയോട്ടിക് ആണ്, മൾട്ടിസെല്ലുലാർ ആണ്. പക്ഷെ നമ്മളുടെ ഈ പ്ലാന്റ്സും അനിമലും തമ്മിലുള്ള വ്യത്യാസം എന്താ? മെയിൻ ലാക്ക് സെൽ വോൾ എന്നുവെച്ചാൽ ഡിഫറൻസ് ആണത്. അനിമാലിയ ആൻഡ് പ്ലാന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണിത്. ഇനി ഇവര് ഡയറക്ട്ലി പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയും ഡിപ്പെൻഡ് ചെയ്യാം. അതായത് കുറച്ച് അനിമൽസ് പ്ലാന്റ്സ് മാത്രം തിന്നോടുണ്ടാവും, കുറച്ച് അനിമൽസ് രണ്ടും തിന്നും, അല്ലെങ്കിൽ കുറച്ച് നമ്മളുടെ വേറെ അനിമൽസിനെ തിന്നും. അപ്പൊ ഇവര് ഫുഡ് തിന്നു, എന്നിട്ട് അവരെന്ത് ചെയ്യും? ഫുഡ് സ്റ്റോർ ചെയ്യണത് എങ്ങനെ? അനിമൽ സ്റ്റോർ ഫുഡ് ആസ് ഗ്ലൈക്കജൻ ഓർ ഫാറ്റ്. ഇപ്പൊ നമ്മളുടെ ബോഡിയിൽ അതൊന്നും ഗ്ലൈക്കജൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫാറ്റ് ആയിരിക്കും. പിന്നെ ഈ നമ്മളെങ്ങനെ വായിക്കൊണ്ടാണ് തിന്നുക, ഇൻജക്ഷൻ ഓഫ് ഫുഡ് അല്ലേ. അപ്പൊ ആ മോഡ് ഓഫ് ന്യൂട്രീഷനെ പറയണതാണ് ഹോളോസോയിക്. പിന്നെ ഡെഫിനറ്റ് ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്, കോംപ്ലെക്സ് ഈ സെൻസറി ന്യൂറോമോട്ടർ മെക്കാനിസം ഉണ്ട്, ലോക്കോമോഷന് കേപ്പബിൾ ആണ്. ഇതൊക്കെ പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതങ്ങനെ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് വഴി വരും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആനിമൽ കിങ്ഡത്തിൽ പഠിക്കും. ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അതായത് ഞാൻ എല്ലാ RH ഫിറ്റേക്കറിന്റെ 5 കിങ്ഡവും പറഞ്ഞു. ഇനി അതിലൊന്നും പെടാത്ത സാധനങ്ങളാണ് ലൈക്കൻസ്, പിന്നെ വൈറസ്, വൈറോയിഡ്സ് ആൻഡ് പ്രയോൺസ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറഞ്ഞുതരാം. നമുക്ക് ഈ ചുമ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വരുന്ന അറിയില്ലേ, കോമൺ കോൾഡ് അല്ലെങ്കിൽ ഫ്ലൂ. അപ്പൊ അതൊക്കെ നമുക്കറിയാം വൈറസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വൈറസും ജീവിച്ചിരിപ്പില്ലേ, അപ്പൊ അവരെയും നമ്മൾ എവിടെയെങ്കിലും ക്ലാസിഫൈ ചെയ്യണ്ടേ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വൈറസ് അപ്പോ ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ? അതോ വൈറസിന് സെല്ലുണ്ടോ? അത് പ്രോട്ടീൻ ആണോ? ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.
ഇപ്പൊ വൈറസ് എന്ന് വെച്ചാൽ എന്താ, സെല്ലില്ല, നോൺ സെല്ലുലാർ ആണ്. അവരുടെ ഉള്ളിൽ എന്താ ഒരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ട്. എന്നുവെച്ചാൽ ആ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് ഒരു ലിവിങ് സെല്ലിനെ പോയി ഇൻഫെക്ട് ചെയ്യുക. അപ്പോൾ അവർ ഇൻഫെക്ട് ചെയ്യും. ഇതിൽ എഴുതുന്നുണ്ട്, വൺസ് ദേ ഇൻഫെക്ട് എ സെൽ ദേ ടേക്ക് ഓവർ ദ മെഷീനറി ഓഫ് ദ ഹോസ്റ്റ് സെൽ ടു റെപ്ലിക്കേറ്റ് ദംസെൽസ്, കില്ലിംഗ് ദ ഹോസ്റ്റ്. എന്ന് വെച്ചാൽ ഈ വൈറസ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണെങ്കിൽ വൈറസിന് ജീവനില്ല. പക്ഷെ ഈ വൈറസ് ഒരു സെല്ലിനെ ഇൻഫെക്ട് ചെയ്തു. ഇൻഫെക്ട് ചെയ്ത് എന്ത് ചെയ്യും, ആ ഇൻഫെക്ട് ചെയ്ത സെല്ലിന്റെ മെക്കാനിസം, ജീവിക്കാനുള്ള മെക്കാനിസത്തിനെ ഓൾട്ടർ ചെയ്യും. അവരെ ഓൾട്ടർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ അവർ കിടന്ന് പെരുകും, എന്ന് വെച്ചാൽ റെപ്ലിക്കേറ്റ് ചെയ്യും, എന്നിട്ട് ആ ഹോസ്റ്റിനെ കൊല്ലും. അപ്പോ വൈറസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ? നോൺ ലിവിങ് അല്ലേ, പക്ഷെ ലിവിങ്ങും ആണ്. അപ്പൊ അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണ്. അപ്പൊ ഇന്ന് ഇതുവരെ നമുക്ക് എന്താ പറയാ ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി വൈറസിന്റെ മീനിങ് എന്താ? വൈറസിൽ വി വൈറസ് മീൻസ് വെനം. വെനം എന്ന് പറഞ്ഞാൽ എന്താ? പോയിസണസ് ഫ്ലൂയിഡ് ആണ്. ഇനി കുറച്ച് സയന്റിസ്റ്റുകളുടെ പേരാ വരുന്നത് കേട്ടോ, ഇയറും ഈ ഓരോ ടേം കണ്ടുപിടിച്ചതും, ഫസ്റ്റ് വൈറസ് അല്ലെങ്കിൽ വേറെ ഓർഗാനിസം കണ്ടുപിടിച്ച ആരാ, ഇതൊക്കെ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. ദിമിത്രി ഇവാനോസ്കി എന്ന് പറഞ്ഞ ഒരു റഷ്യൻ സയന്റിസ്റ്റ് ആണ് 1892 എന്താ ഈ ചില മൈക്രോബ്സിനെ കണ്ടുപിടിച്ചത്. എന്ത് ഡിസീസിനെയാണ്? ഈ ടൊബാക്കോ ഇല്ലേ, ടൊബാക്കോ പ്ലാന്റ്സിന്റെ ഒരു മൊസൈക്ക് ഡിസീസ്, ഇങ്ങനെ മൊസൈക്ക് പോലെ പാച്ചസ് അവരുടെ പ്ലാന്റ്സിൽ കണ്ടിരുന്നു. അപ്പൊ അത് കോസ് ചെയ്യണത് എന്താ, ഈ വൈറസ് ആണ് അവർ കണ്ടുപിടിച്ചിരുന്നു. അയാൾ കണ്ടുപിടിച്ചു, ദിമിത്രി ഇവാനോസ്കി 1892. പിന്നെ അയാൾ പറഞ്ഞത് ഇവര് വൈറസ് ബാക്ടീരിയനേക്കാളും ചെറുതാ. കാരണം എന്താ, അത് ബാക്ടീരിയ പ്രൂഫ് ഫിൽട്ടേഴ്സ് കൂടെ പാസ് ചെയ്തു. പിന്നെ വേറൊരു സയന്റിസ്റ്റ്, അതായത് M.W. ബെജറിനിക് 1898. അയാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എന്താ, ഈ ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ഓഫ് ഈ ടൊബാക്കോ ഇല്ലേ, അതിനുള്ള എക്സ്ട്രാക്ട് വേറെ ഹെൽത്തി പ്ലാന്റ്സിൽ എന്താ ഇൻഫെക്ഷൻ ഉണ്ടാക്കും, അതേ ഇൻഫെക്ഷൻ. അപ്പൊ അതിനെയാണ് ആ ഫ്ലൂയിഡിനെ അയാൾ എന്ത് വിളിച്ചു? കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന് വെച്ചാൽ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. അപ്പൊ എം ഡബ്ല്യു ബെജറിനിക് കണ്ടുപിടിച്ച എന്താ, ഈ വാനോസ്കി പറഞ്ഞിരുന്നു ഈ കാഷ്വൽ ഓർഗാനിസം ഓഫ് മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ കണ്ടുപിടിച്ച ഉണ്ടാക്കുന്ന ഓർഗാനിസം അത് ഡിസീസ് ഉണ്ടാക്കി. എന്നിട്ട് ആ പ്ലാന്റ്സിന്ന്, ആ ഇൻഫെക്റ്റഡ് പ്ലാന്റ്സിന്ന് ഒരു ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് ചെയ്തു. അത് എന്നിട്ട് ഹെൽത്തി പ്ലാന്റ്സിൽ ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ അവരും മരിച്ചു, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്. അപ്പൊ ആ ഫ്ലൂയിഡിന് വിളിച്ച പേരാണ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം. പിന്നെയുള്ള വേറൊരു സയന്റിസ്റ്റ്, ഈ ഇയേഴ്സും സയന്റിസ്റ്റുകളുടെ പേരും ഓർത്ത് വെക്കണേ. W.M. സ്റ്റാൻലി 1935 എന്താ കണ്ടുപിടിച്ചത്? ഈ വൈറസിനെ ക്രിസ്റ്റലൈസ് ആക്കാം, ക്രിസ്റ്റൽ പോലെ. എന്നിട്ട് ഈ ക്രിസ്റ്റൽ എന്താ, മെയിൻലി കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇനേർട്ട് ആണ്, ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് സെൽ. അപ്പൊ വൈറസ് എന്താ പ്രത്യേകത? വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. അപ്പൊ 3 സയന്റിസ്റ്റ് പറഞ്ഞു, ഇവാനോസ്കി ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ കണ്ടുപിടിച്ചു, മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് M.W. ബെജറിനിക് എന്ത് ചെയ്തു, ആ ഇൻഫെക്റ്റഡ് ഫ്ലൂയിഡിനെ കണ്ടീജിയം വൈവം ഫ്ലൂയിഡ് എന്നുള്ള പേര് കണ്ടുപിടിച്ചു. പിന്നെ W.M. സ്റ്റാൻലി പറഞ്ഞത് ഈ വൈറസിനെ ക്രിസ്റ്റൽ ആക്കാൻ പറ്റും, ഈ ക്രിസ്റ്റൽ എന്ത് ഇനേർട്ട് ആണ്, അത് മെയിൻലി കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻസും ആണെന്ന് പറഞ്ഞു. പിന്നെ ഇനി എന്താ പറയാ, പ്രോട്ടീൻസ് ഉണ്ടെന്ന് അറിയാം നമുക്ക് വൈറസ്. അപ്പൊ വൈറസിന് വേറെ എന്താ ഉള്ളത്? ജനറ്റിക് മെറ്റീരിയലും വേണ്ടേ? അതെന്തെങ്കിലും RNA DNA, നമ്മളുടെ ബോഡിയിലുള്ള പോലെ RNA DNA പ്ലാന്റ്സിൽ എല്ലാത്തിനും ഉണ്ട് ജനറ്റിക് മെറ്റീരിയൽ. പക്ഷെ ഒരു വൈറസിന് 2 RNA DNA ഒരുമിച്ച് കാണില്ല, ഒന്നില്ലെങ്കിൽ ഒരു RNA അല്ലെങ്കിൽ DNA. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. വൈറസ് ഓൾസോ കണ്ടെയ്ൻ ജനറ്റിക് മെറ്റീരിയൽ. പിന്നെ നോ വൈറസ് കണ്ടെയ്ൻ ബോത്ത് DNA ആൻഡ് RNA. അപ്പോ വൈറസ് എന്താന്ന് പറഞ്ഞു, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അത് ന്യൂക്ലിയസിലാവും. പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വൈറസ് ഇസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ ഇസ് ഇൻഫെക്ഷ്യസ്. പിന്നെ ഇനി ഉള്ളത് MCQന് ഇമ്പോർട്ടന്റ് ആട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നീറ്റിൽ ചോദിച്ചിരുന്നതാണ് ഈ സാധനങ്ങൾ. ഓരോരോ വൈറസുകളുടെ പേര്. ഈ
പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്താ? മെയിൻലി അത് സിംഗിൾ സ്ട്രാൻഡഡ് ആർഎൻഎ. പക്ഷെ അനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന് ഒന്നില്ലെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് ആർഎൻഎ ഉണ്ടാവും, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA. അപ്പൊ ഞാൻ പറഞ്ഞതാ, പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന് എന്താ ജനറ്റിക് മെറ്റീരിയൽ? സിംഗിൾ സ്ട്രാൻഡഡ് RNA. പക്ഷെ അനിമൽസിനെ ഇൻഫെക്ട് ചെയ്യണ മെറ്റീരിയൽ വൈറസിന് ഒന്നില്ലെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ്, സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA ആവാം, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA ആവാം. ഇതാണ് ജനറ്റിക് മെറ്റീരിയൽ. പിന്നെ ഉണ്ട് ഈ ബാക്ടീരിയൽ വൈറസ് എന്ന് പറയുകയാണെങ്കിൽ ബാക്ടീരിയോഫേജ്. അവരെന്താ, ഈ വൈറസ് ഈ ബാക്ടീരിയനെ കൊല്ലണം, ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് യൂഷ്വലി ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്. അപ്പൊ ബാക്ടീരിയോ ഫേജ് പേരിൽ തന്നെ ഉണ്ട്. ഫേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫാഗോസൈറ്റോസിസ് കൊല്ലും, ബാക്ടീരിയനെ കൊല്ലണ വൈറസ്. അതിനെന്താ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. പിന്നെ ഈ ബാക്ടീരിയോഫേജിന്റെ ഇത് സ്ട്രക്ചർ ഞാൻ പറഞ്ഞതാണ്. പ്രോട്ടീൻ കോട്ട് ഉണ്ട് ഈ വൈറസിന്, അല്ലെങ്കിൽ വൈറസിന്റെ സ്ട്രക്ചർ ആണ്. പ്രോട്ടീൻ കോട്ടിന് പറയുന്നതാണ് ക്യാപ്സിഡ്. അതിന്റെ കുറെ യൂണിറ്റ്സ്, ചെറിയ യൂണിറ്റ്സ് ഉണ്ട്, ക്യാപ്സോമിയേഴ്സ്. ചെറിയ യൂണിറ്റ്സ് ആയ ക്യാപ്സോമിയേഴ്സ് ജോയിൻ ആയി ഒരു പ്രോട്ടീൻ കോട്ട് ക്യാപ്സിഡ് ഉണ്ടാക്കും. അതാണ് നമ്മളുടെ ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ക്യാപ്സോമിയേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പല ഫോം ആയിരിക്കും. ജോമെട്രിക്കൽ ആവും, ഹെലിക്കൽ ആവാം, അല്ലെങ്കിൽ പോളിഹെഡ്രൽ ഫോംസിനും അത് ജോയിൻ ചെയ്യും. പിന്നെ ഈ വൈറസസ് കുറെ ഡിസീസസ് ഉണ്ടാക്കുന്ന അറിയാം. മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പീസ്, ഇൻഫ്ലുവൻസ. ഇത് ആരൊക്കെ ഏതൊക്കെ വൈറസാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ 12th സ്റ്റാൻഡേർഡിലും മറ്റേ മൈക്രോബ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല. എയ്ഡ്സ്, ഹ്യൂമൻ HIV വൈറസ്, അതൊക്കെ നമുക്കറിയാലോ. അപ്പൊ അതൊക്കെ വൈറസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഹെർപ്പീസ് സിംപ്ലെക്സ് HSV വൈറസ് ആണ്. 2 ടൈപ്പ് ഉണ്ട്, HSV1, HSV2. പിന്നെ മംസ് ഉണ്ടാകുന്ന സ്മോൾ പോക്സ്, മറ്റേ ഓർത്തോമിക്സോ വൈറസ്. ഇതൊക്കെയാണ് പല വൈറസുകളുടെ പേര്. പിന്നെ പ്ലാന്റ്സിൽ ഇത് ഇൻഫെക്ട് ചെയ്യും. ഞാൻ പറഞ്ഞ അനിമൽസിനെ ഇൻഫെക്ട് ചെയ്യും, പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യും. പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുമ്പോൾ ഇതെന്തായിരിക്കും മറ്റേ സിംറ്റംസ്? മൊസൈക്ക് സിംറ്റംസ് അല്ല, സോറി, കാണാൻ പറ്റുന്ന ഡിഫറൻസസ്. ഈ മൊസൈക്ക് ഫോർമേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഇലകളൊക്കെ ചുരുളണത്, അല്ലെങ്കിൽ യെല്ലോ കളർ പാച്ചസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അതാണ് പ്ലാന്റ്സിന് ഉണ്ടാവുന്ന സിംറ്റംസ്. ഇനി നമുക്ക് ഇതിനു മുമ്പ് ഞാൻ ഇതാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഇത് ഞാൻ പറഞ്ഞു ക്യാപ്സിഡ് എന്ന് പറയുന്നത് ന്യൂക്ലിക്, ഇതാണ് RNA ജനറ്റിക് മെറ്റീരിയൽ, ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ഇതിനെ കവർ ചെയ്യണ പ്രൊട്ടക്റ്റീവ് കവറാണ് എന്ത്? പ്രൊട്ടക്റ്റീവ് പ്രോട്ടീനേഷ്യസ്. അതാണ് ക്യാപ്സിഡ്. പിന്നെ ഈ ചെറിയ ഇതില്ലേ, ക്യാപ്സോമിയേഴ്സ് ആണത്. ക്യാപ്സോമിയേഴ്സ്, ഈ യൂണിറ്റ്സ്, ചെറിയ യൂണിറ്റ്സ് ക്യാപ്സോമിയേഴ്സ് ആണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞു ബാക്ടീരിയോഫേജ് എന്ന വൈറസ്, ബാക്ടീരിയനെ കൊല്ലണ വൈറസ്. ഇതിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാറുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പൊ ഏറ്റവും അതെന്താ, നമ്മുടെ ബോഡിയിലുള്ള ഒരു ഹെഡ് കാണാം, ക്രിസ്റ്റലൈൻ ഹെഡ്. പിന്നെ ഹെഡ്, നെക്ക് പോലെ കോളർ ഇല്ലേ, കോളർ കാണാം. പിന്നെ നമ്മുടെ ബോഡീനെ കവർ ചെയ്യാൻ നമ്മൾ ക്ലോത്ത്സ് ഇടും. അതേപോലെ എന്താ പറയാ, ഷീത്ത് ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഹെഡ് കോളർ. പിന്നെ ഇത് ടെയിൽ ഫൈബേഴ്സ് നമ്മളുടെ കാലിന്. അപ്പൊ നമ്മൾ ഒരു ഹ്യൂമൻ ബോഡി ആലോചിച്ചാൽ മതി, ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ ഓർത്ത് വെക്കാൻ. ഹെഡ് ഉണ്ടാവും, പിന്നെ നെക്കിന് പകരം കോളർ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബോഡി കവർ ചെയ്ത് ക്ലോത്ത്സ് അല്ല, അതിന് പകരം ഷീത്ത് ഉണ്ടാവും. പിന്നെ നമ്മളുടെ കാലിന് പകരം ടെയിൽ ഫൈബേഴ്സ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതാണ് സ്ട്രക്ചർ. ഇനി നമുക്ക് വേറെ കുറച്ച് ടെർമിനോളജീസ് നോക്കാം. അതായത് വൈറോയിഡ്സ്. ഞാൻ പറഞ്ഞു വൈറസ് പറഞ്ഞു, ബാക്ടീരിയോഫേജ് പറഞ്ഞു. വൈറോയിഡ്സ് എന്താ? അതൊരു പുതിയൊരു ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണ്. അത് 1917 TO ഡൈനർ ആണ് കണ്ടുപിടിച്ചത്. അത് വൈറസിനേക്കാളും ചെറുതാ. അത് ഉണ്ടാക്കിയ ഡിസീസ് എന്താ? പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഉണ്ടാക്കുന്നത് ആരാ? വൈറോയിഡ്സ്. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ഇത് ഫ്രീ RNA ആണ്. പ്രോട്ടീൻ കോട്ട് ഇല്ല. പ്രോട്ടീൻ കോട്ട് എന്ന് വെച്ചാൽ കാസ്പിഡ്.
മറ്റേ ഞാൻ പറഞ്ഞല്ലോ ക്യാപ്സോമിയേഴ്സ് എല്ലാം കൂടി കവർ ചെയ്ത ക്യാപ്സിഡ് ഉണ്ടാവുന്നു. അത് വൈറസിൽ ഇത് വൈറോയിഡ്സിൽ ആ പ്രോട്ടീൻ കോട്ട് ഇല്ലാത്ത ജനറ്റിക് മെറ്റീരിയൽ ആണ് വൈറോയിഡ്സ്. അത് കാരണമാണ് ഇതിന് പേര് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ കോട്ട് ലാക്ക് ചെയ്യും. പിന്നെ ആർഎൻഎ എന്താ, ഇത് ചെറുതാ, വൈറസിനേക്കാളും ചെറുതാന്ന് പറഞ്ഞു. അപ്പൊ ഒബ്വിയസ്ലി ഇവരുടെ ജനറ്റിക് മെറ്റീരിയലും ലോ മോളിക്കുലർ വെയിറ്റ് ആയിരിക്കും. അത് അടുത്ത് ഇത് ഈ പേരും സയന്റിസ്റ്റുകളുടെ പേരും പിന്നെന്താ ഈ ഇയറും പഠിക്കണ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ വേറൊരു ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ പറയാം. ഒരു ഈ ന്യൂറോളജിക്കൽ ഡിസീസസ് ഉണ്ടാക്കും. അതായത് മാഡ് കൗ ഡിസീസ് അല്ലെങ്കിൽ ബൊവൈൻ സ്പോഞ്ചിഫോം എൻകെഫലോപ്പതി. ബൊവൈൻ എന്ന് പറഞ്ഞാൽ ഈ ബീഫിനൊക്കെ ഉണ്ടാക്കുന്നതാണ്. ആ ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പ്രയോൺസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻസിൽ എന്തുണ്ടാക്കും, ഈ ജേക്കബ്സൺ ഡിസീസ് CJD ഇൻ ഹ്യൂമൻസ്, ബൊവൈൻ സ്പോഞ്ചിഫോം എൻകെഫലോപ്പതി ഇൻ മറ്റേ ബീഫ്, പിന്നെ മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ. അപ്പൊ ഇനി ഇവരിത് എന്താന്ന് പറയാം. സർട്ടൻ ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ, ഇതെന്താ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളൂ. വേറെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഇല്ല. പ്രയോൺസ് ചെറുത്, അത് ന്യൂറോളജിക്കൽ ഡിസീസസ് ആണ് ഉണ്ടാക്കുന്ന പ്രയോൺസ്. മനസ്സിലായില്ലേ? ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ് അല്ലാത്ത വേറെ കുറച്ച് സാധനങ്ങളാണ് ലൈക്കൻസ് ഞാൻ പറഞ്ഞിരുന്നു, സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് ആൽഗിയും ഫംഗയും തമ്മിലുള്ള. ഫംഗൈ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ, മ്യൂച്വലി രണ്ടുപേർക്കും യൂസ്ഫുൾ ആയിരിക്കും. ആൽഗൽ കമ്പോണന്റ് ആൻഡ് ഫംഗൽ കമ്പോണന്റ്. നമുക്കറിയാം മൈക്കോസിസ് എന്നൊക്കെ പറയുന്നത് ഫംഗസ് ആയി റിലേറ്റഡ് ആണ്. അപ്പൊ ഫംഗൽ കമ്പോണന്റിനെ നമ്മൾ മൈക്രോ ബയോണ്ട് എന്ന് പറയും. ഫംഗൽ കമ്പോണന്റിനെ മൈക്രോ ബയോണ്ട് എന്ന് പറയും. ആൽഗൽ കമ്പോണന്റ് ഫൈക്കോ ബയോണ്ട് എന്ന് പറയും. അപ്പൊ ഇതില് ഫുഡ് ആരുണ്ടാക്കും? ആൽഗെ ഓഫ് കോഴ്സ് അല്ലെ. ആൽഗെ ഫുഡ് ഉണ്ടാക്കും. അത് തിന്നണ ആരാ? നമ്മളുടെ ഫംഗൈ. അപ്പൊ ഇത് ഓട്ടോട്രോഫിക് ആണ്, ഇത് ഹെട്രോട്രോഫിക്. അപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. ആൽഗെ പ്രിപ്പയർ ഫുഡ് ഫോർ ഫംഗൈ ആൻഡ് ഫംഗൈ പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ഒബ്സോർവ് മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ്. ഇപ്പൊ ഫംഗൈ പ്രൊവൈഡ് ചെയ്യും ഷെൽട്ടർ, അപ്പൊ അത് ആൽഗയ്ക്ക് കിട്ടും. ഇതാണ് അവരുടെ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. നമുക്കറിയാം ഹ്യൂമൻ കൈൻഡ് ആണെങ്കിൽ ആരെയാലും നമ്മൾ എല്ലാവരും ഹെൽപ്പ് ചെയ്ത് ആരെയും ഉപദ്രവിക്കാണ്ട് ജീവിക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ നേച്ചർ ഭഗവാൻ ക്രിയേറ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡബിൾ ആയി ജീവിക്കാൻ. പിന്നെ ലൈക്കൻസിന് വേറെ പ്രത്യേകത എന്താണ്, ഈ പൊല്യൂഷൻ ഉള്ള ഏരിയയിൽ അവര് ഗ്രോ ചെയ്യില്ല. അപ്പോ പൊല്യൂഷൻ ഇല്ലാത്ത ലൈക്കൻസ് ഒരു സ്ഥലത്ത് ഗ്രോ ചെയ്യുന്നതെന്ന് അർത്ഥം അത് അത്രയും പ്യുവർ ആണെന്നാണ് അർത്ഥം. അപ്പൊ മനസ്സിലായില്ലേ? ലൈക്കൻസ് പറഞ്ഞു, ഞാൻ പ്രയോൺസ് പറഞ്ഞു, വൈറോയിഡ്സ് പറഞ്ഞു, വൈറസ് പറഞ്ഞു, ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്നത്തെ ഞാൻ പഠിപ്പിച്ചതിൽ പ്ലാന്റ് അനിമൽക്കിന്റെ ഇതിൽ ഇമ്പോർട്ടന്റ് അല്ലാതെ കാരണം നിങ്ങൾ വേറെ പഠിക്കും. ഈ വൈറസും വൈറോയിഡ്സ് ഇതിൽ തന്നെ പഠിക്കുന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ എക്സസൈസസ് നമുക്ക് ചെയ്യാം. NCERT-യിലുള്ള ഈ എക്സസൈസ് ഇതിൽ തന്നെയാണ് നീറ്റിൽ ഒരുവിധം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ ഫ്രെയിം ചെയ്യണത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഹൗ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഹാവ് അണ്ടർഗോൺ സെവറൽ ചേഞ്ചസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആരായിരുന്നു? അരിസ്റ്റോട്ടിൽ തുടങ്ങി. അരിസ്റ്റോട്ടിലായിരുന്നു ആദ്യം തുടങ്ങിയത് ക്ലാസിഫൈ ചെയ്യാൻ. പ്ലാന്റ്സിന് എന്തായിരുന്നു? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. ആനിമൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? റെഡ് ബ്ലഡ് ആൻഡ് നോട്ട് ഹാവിങ് റെഡ് ബ്ലഡ്. അതായിരുന്നു ആളുടെ ക്ലാസിഫിക്കേഷൻ. അരിസ്റ്റോട്ടിൽ കഴിഞ്ഞിട്ട് അടുത്ത ആളാണ് നമ്മളുടെ ലിനേയസ്. എന്താ? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതെന്തായിരുന്നു? പ്ലാന്റ് ആൻഡ് അനിമാലിയ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് 3 കിങ്ഡം വന്നു. 3 കിങ്ഡം ആരായിരുന്നു? ഹെക്കൽ. 3 കിങ്ഡം. പിന്നെ 4 കിങ്ഡം അതായിരുന്നു പോപ്ലാൻഡ്.
പിന്നെ നമ്മളെ 5 കിങ്ഡം അതാണ് RH വിട്ടേക്ക്. പിന്നെ 6 കിങ്ഡോ ഞാൻ പറഞ്ഞിരുന്നു, അതാണ് കാൽ വീസ്. ഇത് നിങ്ങൾക്ക് സ്കൂളിൽ ഇമ്പോർട്ടന്റ് അല്ല, 11th എക്സാമിന് ഇത് വെച്ചിട്ട് ഇതിനാണ് ഇമ്പോർട്ടന്റ് നീറ്റ്. അപ്പൊ ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് പറയാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താ, ഒരു സയന്റിഫിക് പ്രൊസീജിയർ ആണ് ഓർഗാനിസത്തിനെ അറേഞ്ച് ചെയ്യാൻ ഒരു ഗ്രൂപ്പായിട്ട് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. പിന്നെ സയന്റിസ്റ്റ് ഫസ്റ്റ് അരിസ്റ്റോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അരിസ്റ്റോട്ടിൽ എന്തായിരുന്നു, ഈ ഹാബിറ്റാറ്റ് വെച്ച് ക്ലാസിഫൈ ചെയ്തു. പിന്നെ അരിസ്റ്റോട്ടിൽ കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മളുടെ ലിനേയസ്, ഫൈലോജനറ്റിക് സിസ്റ്റം ഉപയോഗിച്ചു. പിന്നെ സൈറ്റോ ടാക്സോണമി, മറ്റേ കീമോ ടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഈ ബയോ ക്ലാസിഫിക്കേഷൻ ഇവോൾവ് ആയത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് 2 എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് ഹെട്രോട്രോഫിക് ബാക്ടീരിയ. അപ്പോൾ ഹെട്രോട്രോഫിക് ബാക്ടീരിയ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ്. കുറെ ഈ ഡീകമ്പോസേഴ്സ് ആണ്. കുറെയൊക്കെ ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ ഈ നമ്മളുടെ ഹ്യൂമസ് ഉണ്ടാക്കാൻ അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളുടെ പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലത് ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ നൈട്രജൻ ഫിക്സേഷൻ, അതിനുള്ള ഒരു എന്താ സെല്ല് ഉണ്ടല്ലോ, നോസ്റ്റോക്ക് ആൻഡ് അനാബിന. ഈ ബാക്ടീരിയയിൽ കുറച്ച് നൈട്രജൻ ഫിക്സിങ് സെല്ലുണ്ട്, അതാണ് ഹെട്രോസിസ്റ്റ്. ഓർമ്മയില്ലേ ഇത് ഹെട്രോട്രോഫിക് ബാക്ടീരിയ പറഞ്ഞു. ഇനി ആർക്കിയ ബാക്ടീരിയയുടെ യൂസ്ഫുൾ എന്താ, നമ്മൾ പറഞ്ഞു മെത്തനോജൻസ് ഉണ്ട്, അത് മീത്തേൻ ഗ്യാസ്, അത് ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്താ ബയോഗ്യാസും സീവേജ് ട്രീറ്റ്മെന്റും, നമ്മൾ ഈ ചെളിവെള്ളമാണെങ്കിൽ നമ്മളുടെ ഈ ടോയ്ലറ്റിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ, അത് ഡിസ്കാർഡ് ചെയ്യാനുള്ള ഹെൽപ്പും നമ്മൾ മെത്തനോജൻസ് യൂസ് ചെയ്യും. അപ്പൊ ഹെട്രോട്രോഫിക് ആയി ആർക്കി ബാക്ടീരിയ ആയി. ഇനി നമുക്ക് നേച്ചർ ഓഫ് സെൽ വാൾസ് ഇൻ ഡയറ്റംസ് നോക്കാം. നേച്ചർ ഓഫ് സെൽ വാൾസ് ഇൻ ഡയറ്റം, ഞാൻ പറഞ്ഞു ഡയറ്റംസ് എന്താ, അവരുടെ വാൾസ് ഭയങ്കര തിക്കാണ്, ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. കാരണം എന്താ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്ക. സിലിക്ക ഉള്ള കാരണം എന്താ, അത് ഇങ്ങനെ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഓഷ്യൻസിന്റെ അടിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. അതിനെയാണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അതെന്തിനു യൂസ് ചെയ്യും, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ്, ഷുഗേഴ്സ്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യും. അപ്പോ ഡയറ്റംസ് മരിച്ചു പോകും, പക്ഷെ അവരുടെ സെൽ വോൾ അങ്ങനെ ഡെപ്പോസിറ്റ് ആയി നിൽക്കും. അതിനെയാണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് വാട്ട് ഡു ദ ടേംസ് ആൽഗൽ ബ്ലൂം ആൻഡ് റെഡ് ടൈഡ്സ് സിഗ്നിഫൈ. അപ്പൊ ആൽഗൽ ബ്ലൂം എന്താന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെന്താ, ഈ കെട്ടിക്കിടക്കണ വെള്ളത്തിൽ ഈ ബ്ലൂ ഗ്രീൻ ആൽഗി അക്യുമുലേറ്റ് ചെയ്ത് ഈ പായൽ പോലെ കണ്ടിട്ടില്ലേ, അതാണ് ബ്ലൂ ഗ്രീൻ ഡിസ്കളറേഷൻ ഓഫ് വാട്ടർ ബോഡിയാണ് ആൽഗൽ ബ്ലൂ. അപ്പൊ അവിടെ എന്താവും, ഈ ഓക്സിജൻ എമൗണ്ട്, ഈ ആൽഗി ഈ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്ത് അവിടെ ഓക്സിജൻ എമൗണ്ട് കുറയും. അപ്പൊ അത് കാരണം അവിടുത്തെ ഫിഷസ്, അക്വാട്ടിക് അനിമൽസിന് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ആൽഗി ഉണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗി ഇൻ വാട്ടർ. പിന്നെ ഇൻക്രീസ് ഇൻ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്തൊക്കെയോ ജീവികളുണ്ട്, എത്രയൊക്കെയോ ജീവികൾക്ക് ആവശ്യമുള്ള ഓക്സിജൻ ആണ്. അതാണ് ഈ ആൽഗി മൊത്തം യൂസ് ചെയ്യണത്. അപ്പൊ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം റിസൾട്ടിങ് ഇൻ ദ ഡെത്ത് ഓഫ് അക്വാറ്റിക് ആനിമൽസ്. ഇനി റെഡ് ടൈഡ്സ് ഞാൻ പറഞ്ഞിരുന്നു, ഇത് പ്രോട്ടിസ്റ്റയില് നമ്മളുടെ ഡൈനോഫ്ലെജല്ലേറ്റ് ആണ് കോസ് ചെയ്യണത്. അതാണ് റെഡ് ഡൈനോഫ്ലെജല്ലേറ്റ് ഗോണിയോലാക്സ്. അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പെരുകി നമുക്ക് ഇങ്ങനെ റെഡ് കളർ വെള്ളമായി തോന്നും. അപ്പൊ ഇത് എന്താ, കുറെ ടോക്സിൻസ് റിലീസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നു. അതെന്താ, ദാറ്റ് ക്യാൻ കോസ് ഡെത്ത് ടു എ ലാർജ് നമ്പർ ഓഫ് ഫിഷസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ വൈറോയിഡ്സ് ഡിഫറെന്റ് ഫ്രം വൈറസ്. ഞാൻ ഇന്ന് തന്നെ പഠിപ്പിച്ച എന്ത്, വൈറസിൽ എന്താ, ജനറ്റിക് മെറ്റീരിയൽ പ്ലസ് പ്രോട്ടീൻ കോട്ട്. പക്ഷെ വൈറോയിഡ് എന്താ, ഈ വൈറസിനേക്കാളും ചെറുതാണ്, സ്മോൾ ആണ്. അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ജനറ്റിക് മെറ്റീരിയൽ വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട്. ഈ പ്രോട്ടീൻ കോട്ടിന് ഒരു പേര് ഞാൻ പറഞ്ഞിരുന്നു, അതെന്തായിരുന്നു, ക്യാപ്സിഡ്, മേഡപ്പ് ഓഫ് സ്മോൾ യൂണിറ്റ്സ് നോൺ ആസ് ക്യാപ്സോമിയേഴ്സ്. അതാണ് വൈറസ്. ഈ വൈറോയിഡ്സ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ എന്തായിരുന്നു, മറ്റേ പൊട്ടേറ്റോ
സ്പിൻഡിൽ ട്യൂബർ, അതാണ് വൈറോയിഡ്സ് ഉണ്ടാക്കണം. അപ്പൊ വൈറോയിഡ്സ് ആർ സ്മോളസ്റ്റ് നോൺ ഏജന്റ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാറ്റ് കണ്ടെയ്ൻ സ്മോൾ സിംഗിൾ സ്ട്രാൻഡഡ് RNA മോളിക്യൂൾ. സിംഗിൾ സ്റ്റാൻഡേർഡ് അത് ഏതാ DNA ആണോ RNA ആണോ അത് ഓർത്ത് വെക്കണം. ജസ്റ്റ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അവർക്ക് ക്യാപ്സിഡ് ഇല്ല, പ്രോട്ടീൻസ് അസോസിയേറ്റഡ് വിത്ത് ഇല്ല. അത് കാരണം ഇത് ഇൻഫെക്ട് പ്ലാന്റ്സ് ഓൺലി. ഞാൻ പറഞ്ഞിരുന്നു വൈറസസ് വിച്ച് ഇൻഫെക്ട് പ്ലാന്റ്സ് ഹാവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഓർ സിംഗിൾ ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ബട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA മാത്രമാണ് പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുള്ളൂ. ആനിമൽസിനെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെങ്കിൽ സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഇൻഫെക്ട് ചെയ്യാം. ഇനി നമുക്ക് 4 മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്രോട്ടോസോവ പറയാം. ഞാൻ പ്രോട്ടോസോവന്റെ മേജർ ഗ്രൂപ്പ്സ് പറഞ്ഞിരുന്നു. പ്രോട്ടോസോവൻസ് എന്താ, പ്രോട്ടിസ്റ്റ ആണ്. പ്രോട്ടിസ്റ്റ അപ്പൊ അതിൽ എന്താ, ദേ ആർ ബിലീവ് ടു ബി ദ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ്. ഞാൻ പറഞ്ഞിരുന്നു. ഇനി ബേസ്ഡ് ഓൺ ദ ലോക്കോമോട്ടറി ഓർഗനൽസ്, ക്ലാസിഫൈ ചെയ്ത ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്താ, ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ലോക്കോമോട്ടറി ഓർഗനൽസ് ആയിരുന്നു. അത് ഫസ്റ്റ് നമുക്ക് അമീബോയിഡ് ഞാൻ പറഞ്ഞിരുന്നു. അമീബോയിഡ് എന്താ, ഇത് ഈ അമീബ പോലെ അവർക്ക് സ്ഫോൾസ് ഫീറ്റ് അല്ലെങ്കിൽ സൂഡോപോഡി ഉണ്ട്. അത് ഉപയോഗിച്ച് അവർ ഫുഡിനെ ട്രാപ്പ് ചെയ്ത് ജീവിക്കും. പിന്നെ കുറച്ച് പേർക്ക് ഫ്ലെജല്ല ഉണ്ട്. ഫ്ലെജല്ല ഉള്ള ഫ്രീ ലിവിങ് പാരസിറ്റിക് ആവാം. ഈ പാരസിറ്റിക് ഫോംസ് ഈ ഡിസീസസ് ഉണ്ടാക്കും. സ്ലീപ്പിംഗ് സിക്നസ് എക്സാമ്പിൾ ആണ് ട്രിപ്പാനോസോമ. പിന്നെ ഫ്ലെജല്ല കഴിഞ്ഞ് സിലിയ ഉണ്ട്. സിലിയ ഇങ്ങനെ എല്ലാ സിലിയും കോർഡിനേറ്റ് ചെയ്ത് മൂവ് ചെയ്ത് ഈ പ്രോട്ടോസോവൻസിന്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. അപ്പൊ അതിലേക്കാണ് ഓപ്പൺ ചെയ്യണത്. അപ്പൊ അതിലേക്ക് ഫുഡും കയറും. അപ്പൊ കോർഡിനേറ്റഡ് മൂവ്മെന്റ് ഓഫ് റോസ് ഓഫ് സീലിയ കോസസ് എന്താ വാട്ടർ ലാഡൻ വിത്ത് ഫുഡ് ടു ബി സ്റ്റിയർഡ് ഇൻ ടു ദ ഗള്ളറ്റ്. എക്സാമ്പിൾ പാരമീഷ്യൻ. ലാസ്റ്റ് വരുന്നതാണ് സ്പോറോസോവൻ. സ്പോറോസോവൻ ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചാൽ മതി. പേരിൽ ഉണ്ട് ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ട് ലൈഫ് സൈക്കിളിൽ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിന് എക്സാമ്പിൾ ലോക്കോമോട്ടറി ഓർഗൻസ് ടോട്ടലി ആബ്സെന്റ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ പ്ലാസ്മോഡിയാണ്, മലേറിയൽ പാരസൈറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതാണ് നമ്മളുടെ പ്ലാന്റ്സ് ഓട്ടോട്രോഫിക് ആണെന്നറിയാം. അപ്പൊ വേറെ വല്ല പ്ലാന്റ്സ് ഉണ്ടോ? ക്യാൻ യു തിങ്ക് ഓഫ് സം അതർ പ്ലാന്റ്സ് ദാറ്റ് ആർ പാർഷ്യലി ഹെറ്ററോട്രോഫിക്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പാരസൈറ്റ്സ് അല്ലെങ്കിൽ എന്താ ഇൻസെക്ടിവോസ് ആയിട്ടുള്ള. ഇൻസെക്ടിവോസിന്റെ എക്സാമ്പിൾസ് ആണ് ഡ്രൊസീറ, നെപ്പന്തിസ്, യൂട്രിക്കുലേരിയ. പാർഷ്യലി ഹെറ്ററോട്രോഫിക് ആണ്. അപ്പൊ ഇവർക്ക് നൈട്രജൻ കണ്ടന്റ് ഇല്ലാത്ത കൊണ്ട് ഈ ഇൻസെക്ട്സിനെ തിന്ന് ആ നൈട്രജൻ അവര് ഉപയോഗിക്കും. പിന്നെയുള്ള പാരസൈറ്റ്സും ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ ടേംസ് ഫൈക്കോബയോണ്ട് ആൻഡ് മൈക്കോബയോണ്ട് സിഗ്നിഫൈ? അപ്പൊ ഫൈക്കോബയോണ്ട് എന്ന് പറയുന്നത്, മൈക്കോബയോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാം? ഞാൻ പറഞ്ഞു മൈക്കോസിസ്, ഫംഗസ്. അപ്പൊ ഇതെന്താ, ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്. അതാണ് ലൈക്കൻസിന്റെ സിംബയോട്ടിക് റിലേഷൻഷിപ്പിന്റെ 2 ടേംസ് ആണ്. അപ്പൊ ഫംഗസ് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും, ഹെറ്ററോട്രോഫിക് ആണ്. ആൽഗെ എന്ത് ചെയ്യും, ഫുഡ് പ്രൊവൈഡ് ചെയ്യും, ഓട്ടോട്രോഫിക് ആണ്. അപ്പൊ ഫംഗസ് ഈ ഫുഡ് തിന്നും, ആൽഗയ്ക്ക് എന്താ ഫുഡ് ഉണ്ടാക്കാം, പക്ഷെ ഷെൽട്ടർ വേണം, പ്രൊട്ടക്ഷൻ. അതാണ് ഈ ഫംഗസ് കൊടുക്കണം. അപ്പൊ ഇതാണ് ഇവരുടെ എന്താ പറയാ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. അതായത് ലൈക്കൻസ്. ഇനി ഞാൻ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ഈ ഞാൻ പറഞ്ഞൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണെന്ന്. വൈറസസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോന്ന്. അപ്പൊ വൈറസ് ഹോസ്റ്റ് ഇല്ലെങ്കിൽ നോൺ ലിവിങ് ആണ്. പക്ഷെ ഹോസ്റ്റ് ഉണ്ടെങ്കിൽ എന്താ, അവരെ ഇൻഫെക്ട് ചെയ്ത് അവരുടെ മെക്കാനിസം ഓൾട്ടർ ചെയ്ത് അവരെ കൊല്ലും. അപ്പൊ ലിവിങ് ആന്ന് പറയാൻ പറ്റില്ലേ? അപ്പൊ ഇതൊരു ഡിബേറ്റ് പോലെയാണ്. നമുക്ക് ആദ്യം നോൺ ലിവിങ് ഒബ്ജക്ട്സ് ആയിട്ടുള്ള സിമിലാരിറ്റി എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോട്ടോപ്ലാസ്റ്റ് ഇല്ല അല്ലെ, സത്യം. ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും, അതും ഈ ലിവിങ്ങിന് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇൻഎബിലിറ്റി ടു ലിവ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലിവിങ് സെൽ. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, സജസ്റ്റീവ് ഓഫ് ദാറ്റ് വൈറസസ് ക്യാൻ ബി നോൺ ലിവിങ്. പിന്നെ വേറെ പ്രത്യേകത എന്താ, ഇവരുടെ റെസ്പിറേഷൻ ഇല്ല, എനർജി സ്റ്റോറിംഗ് സിസ്റ്റം ഇല്ല, ഗ്രോത്തും ഡിവിഷനും ഇല്ല. ഇതാണ് മെയിൻ പോയിന്റ്സ് ദാറ്റ് റിസംബിൾ നോൺ ലിവിങ് ഒബ്ജക്ട്സ്. ഇനി ലിവിങ് ബീയിങ്സിനായിട്ട് റിസംബിൾ ചെയ്യും. അതായത് എന്താ,
ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടെന്ന് അറിയാം. മെയ്ഡ് അപ്പ് ഓഫ് ഓർഗാനിക് മാക്രോമോളിക്യൂൾസ്. അതെ, നമ്മളെ പോലെ മ്യൂട്ടേഷൻസ് ഇവരിലുണ്ടാവാം. അല്ല, മ്യൂട്ടേഷൻസ് ഉണ്ടായിട്ടാണ് ഈ ചില വൈറസ്, നമ്മൾ കൊറോണ വൈറസ് വരെ ആലോചിച്ച് നോക്കും, മ്യൂട്ടേഷൻ ഉണ്ടായിട്ടല്ല പല പല വേരിയൻസ് സ്ട്രോങ് ആയിട്ടുള്ള വൈറസ് വന്നത്. പിന്നെ ചിലത് വിറ്റാമിൻസ് ഉണ്ടാവും. ഈ പോക്സ് വൈറസിന് ഈ റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ ബയോട്ടിൻ, വൈറ്റമിൻ ബിയുടെ ഡെറിവേറ്റീവ്സ് ആണ്, അതുണ്ടാവും. പിന്നെ ഇൻഫെക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ വൈറസിനെ നമുക്ക് കൊല്ലാൻ പറ്റും ഓട്ടോക്ലേവ് ചെയ്ത്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് സജസ്റ്റീവ് ഓഫ് വൈറസ് റിസംബിൾ ലിവിങ് ബീയിങ്സ്. അപ്പൊ ഇത് കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, ഡിബേറ്റബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ സ്കൂളിൽ ചോദിച്ചാൽ നിങ്ങൾ രണ്ട് ലിവിങ്ങിനെയും നോൺ ലിവിങ്ങിനെയും സപ്പോർട്ട് ചെയ്താണ് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് യൂഗ്ലിനോയിഡ്സ്? യൂഗ്ലിനോയിഡ്സ് എന്താ? ആദ്യം പ്രോട്ടിസ്റ്റ. അപ്പൊ ഫസ്റ്റ് എന്താ? യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആണ്. അത് എവിടെ കാണും? ഫ്രഷ് വാട്ടറിൽ കാണും. പിന്നെ ഇവർക്ക് സെൽ വാൾ ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാൾ അവർക്ക് എന്താ? പ്രോട്ടീൻ, ഇന്നലെ ഞാൻ പറഞ്ഞതാ, പ്രോട്ടീൻ റിച്ച് സെൽ മെംബ്രെയിൻ ഉണ്ട്, അതായത് പെല്ലിക്കിൾ. പിന്നെ 2 ഫ്ലെജല്ലി ഉണ്ട്. എങ്ങനത്തെയാ? ഒരെണ്ണം ഒരെണ്ണം വലുതും ഒരു ചെറിയതും. പിന്നെ ഒരു ലൈറ്റ് സെൻസിറ്റീവ് സ്പോട്ട് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്ലാന്റ്സിന്റെ സിമിലർ ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഉണ്ടാവും, അതായത് ക്ലോറോഫിൽ. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ലൈറ്റ് ഇല്ലെങ്കിൽ അവർ ഹെറ്ററോട്രോഫ്സ് ആയിട്ട് എന്താ പറയുക, മറ്റുള്ള അക്വാട്ടിക് ഓർഗാനിസംസിനെ തിന്ന് അവർ ജീവിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Give a brief account of virus with respect to their structure and nature of genetic material. Also name 4 common viral diseases. ഇപ്പൊ വൈറസസ് എന്താ? സബ് മൈക്രോസ്കോപ്പിക് ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണ്. ഞാൻ പറഞ്ഞു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അത് കവർ ചെയ്യാൻ ഒരു പ്രോട്ടീനേഷ്യസ് കോട്ട് ഉണ്ട്, ക്യാപ്സിഡ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താ? ജനറ്റിക് മെറ്റീരിയൽ RNA, DNA ആവാം. അപ്പൊ പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യണ മോസ്റ്റ്ലി ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കും. പക്ഷെ അനിമൽസിനെ ഇൻഫെക്ട് ചെയ്യണ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആവും. പിന്നെ ചിലത് ബാക്ടീരിയോഫേജസ് ഉണ്ട്, എന്ന് വെച്ചാൽ വൈറസ് വിച്ച് ഇൻഫെക്ട് ബാക്ടീരിയ ഉണ്ട്, അവർക്ക് എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് ഉണ്ടാവുക. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഡയറക്റ്റ് NCERT-യിലുള്ള സെന്റൻസസ് ആണ്. ജസ്റ്റ് ഇത് റിവിഷൻ പോലെയാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഗിവ് എ കമ്പാരിറ്റീവ് അക്കൗണ്ട് ഓഫ് ദ ക്ലാസസ് ഓഫ് കിങ്ഡം ഫംഗൈ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ ഫംഗസിന് എങ്ങനെയായിരുന്നു? ഫൈക്കോമൈസീഡ്സ്, ആസ്കോമൈസീഡ്സ്, ബസിഡിയോമൈസീഡ്സ് ആൻഡ് ഡ്യൂട്ടിറോമൈസീഡ്സ്. അപ്പൊ ഫൈക്കോമൈസീഡ്സിൽ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താ? അവർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആയിരുന്നു. ഈ ഡെഡ് ആൻഡ് ഡീക്കേയിങ് വുഡ് അല്ലെങ്കിൽ ഈ അളിഞ്ഞ ഈ ഇതില്ലേ, എന്താ പറയാ, ഇലകൾ, ഇവരിലൊക്കെ കാണുന്ന ഫംഗൈ ആയിരുന്നു ഫൈക്കോമൈസീഡ്സ്. അവര് റീപ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? മൊട്ടൈലായിട്ട് സൂസ്പോസ് ഉണ്ടായിരുന്നു and non-motile ആയിട്ട് എപ്ലാനോസ്പോസ് that are produced endogenously in sporangium. പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്തായിരിക്കും? പല ടൈപ്പ് ഉണ്ട്. ഐസോഗാമസ്. ഐസോ എന്ന് വെച്ചാൽ സിമിലർ ഇൻ മോർഫോളജി ആവും രണ്ട് ഗാമീറ്റ്സ്, ആൻഡ് ഐസോഗാമസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഇൻ മോർഫോളജി ആവും. ഇത് കാരണം എന്താ? തിക് വാൾഡ് സൈഗോസ്പോർ ഉണ്ടാവും. സൈഗോസ്പോർ എന്ന് പറയുന്നത് എന്താ? ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലാണ് സൈഗോസ്പോർ കാണും. ഇനി അടുത്തത് ആസ്കോമൈസീഡ്സ്. ആസ്കോമൈസീഡ്സ് മെമ്പേഴ്സ് ഏതാ? മെയിൻലി പെൻസിലിയം, ആസ്പെഗില്ലസ്, ഗ്ലാവിസെപ്സ്, ന്യൂറോസ്പോറ. ന്യൂറോസ്പോറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ന്യൂറോ സയൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗൈ ആണ് ന്യൂറോസ്പോറ, പേരിൽ തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് അതിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണെന്ന് പറയാം. ഡീകമ്പോസേഴ്സ് ആണ്, പാരസിറ്റിക് ആണ്, പിന്നെ കോപ്രോഫിലസ് ആണ്. മറ്റേത് എന്താ? ഫൈക്കോമൈസിറ്റ്സ് ഡെഡ് ആൻഡ് ഡീക്കിങ് മാറ്ററിലായിരുന്നു. ഇവര് ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ കോപ്രോഫിലസ് ആണ്. ഇവര് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെയാ? സെക്ഷൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. കൊണീഡിയ എന്നാണ് സ്പോർസ് എന്നാണ് ഉണ്ടാവുന്നത്. കൊണീഡിയോ ഫോഴ്സ് സ്പോർസ് ഉണ്ടാക്കും, അതായത് സെക്ഷൽ സ്പോർസ് ആയ കൊണീഡിയ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് ആസ്കോസ്പോർസ് ആണ്. ഒരു ആസ്കോ കാർപ്പ് എന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിന് സ്പോർസ് എൻഡോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാവുന്നതാണ് ആസ്കോ കാർപ്സ്. പിന്നെ ഉള്ളത് എന്താ? മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബസീഡിയോമൈസീഡ്സ്. അതിൽ എക്സാമ്പിൾ ആണ് ഈ സ്മട്ട് ആൻഡ് റസ്റ്റ് ആയ ഉസ്റ്റിലാഗോ, അഗാരിക്കസ് ആൻഡ് പുക്സീനിയ.
ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ സെയിം ഡീകമ്പോസസ് ആണ് ഓൺ ലോഗ്സ് ആൻഡ് ട്രീ സ്റ്റംസ്. ചിലത് പാരസൈറ്റ്സും ആവും. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ സെക്ഷൽ ഫ്രാഗ്മെന്റേഷൻ ആണ്, അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. പക്ഷെ ഇവരുടെ സെക്ഷൽ സ്പോർട്സ് ആബ്സെന്റ് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഉള്ളത് സെക്സ് ഓർഗൻസ്. സെക്സ് ഓർഗൻസ് എന്താ, ഇവർക്ക് ആബ്സെന്റ് ആണ്. സെക്ഷൽ സ്പോർട്സ് ആബ്സെന്റ് ആണ്, പക്ഷെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്ന എങ്ങനെ, പ്ലാസ്മോഗമിയ. പ്ലാസ്മോഗമി എന്ന് പറയുന്നത് എന്താ, രണ്ട് ഡിഫറെന്റ് സ്റ്റെയിൻസ് ഓഫ് ഹൈഫ. ഹൈഫ എന്താണെന്ന് അറിയാലോ, ആ ഫിലമെന്റ് സ്ട്രക്ചർ ആണ്. അവന്റെ ഫ്യൂഷൻ കൊണ്ടാണ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പൊ ഇവരുടെ ഡൈകാരിയോൺ സ്റ്റേജ് ഉണ്ട്. ഡൈകാരിയോൺ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ, N+N ഡിപ്ലോയിഡും അല്ല ഹാപ്ലോയിഡും അല്ല, അതിന്റെ ഇടയിലുള്ള സ്റ്റേജ് ആണ് N+N ഡൈകാരിയോൺ. അവര് അതിന് പിന്നെയാണ് 4 ബെസിഡിയോസ്പോർസ് ഉണ്ടാവും. ഇനി ലാസ്റ്റ് വരുന്നതാണ് ഡ്യൂട്ടീറോമൈസീഡ്സ്. ഡ്യൂട്ടീറോമൈസീഡ്സ് ഞാൻ പറഞ്ഞതാ, ഇവരുടെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. ആകെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രം ഇവരിൽ കണ്ടിരിക്കുന്നത്. അത് കാരണമാണ്, അത് കൊണീഡിയയിലാണ് ഉണ്ടാവുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ആബ്സെന്റ് ഇൻ ഡ്യൂട്ടീറോമൈസീഡ്സ്. അതുകൊണ്ട് ഇവര് ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറയും. എന്താ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ഇംപെർഫെക്റ്റ് ഫംഗൈ. പിന്നെ ഇതിൽ ചിലത് സാപ്രോഫൈറ്റ്സ് ആവാം, കുറച്ച് പേര് പാരസൈറ്റ്സ് ആവാം. പിന്നെ കുറെ പേര് മെയിൻലി ഇവരുടെ MCQ ചോദിക്കണതാണ് ഡീകമ്പോസേഴ്സ് ആണ് മെയിൻലി. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് എന്താ, ഓൾട്ടർനേരിയ, ട്രൈക്കോഡർമ ആൻഡ് കൊളറ്റോട്രൈക്കം. അപ്പൊ ഇതാണ് NCERT ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തു. ഈ എക്സസൈസസ് ആണ് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, യൂസസ് പറഞ്ഞു, ഹെട്രോട്രോഫിക്കും ആർക്കി ബാക്ടീരിയയുള്ള യൂസസ്, പിന്നെ സെൽ വോൾ ഡയറ്റംസ് പറഞ്ഞു, പിന്നെ ആൽഗൽ ബ്ലൂം റെഡ് ടൈഡ് എന്താന്ന് പറഞ്ഞു, വൈറോയിഡ്സ് എങ്ങനെ വൈറസ് ആയി ഡിഫറെന്റ് എന്ന് പറഞ്ഞു, മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്രോട്ടോസോവ എന്താന്ന് പറഞ്ഞു, ഹെട്രോട്രോഫിക് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു, ഈ ലൈക്കൻസിനെ കുറിച്ച് പറഞ്ഞു, കിങ്ഡം ഫംഗൈനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഇത് വൈറസസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് പറഞ്ഞു, യൂഗ്ലിനോയിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞു, പിന്നെ കുറച്ച് ഈ വൈറസിന്റെ സ്ട്രക്ചറും നേച്ചറും ഞാൻ പറഞ്ഞു. ഈ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥമാണ് നിങ്ങൾ ഈ NCERT മൊത്തം കവറായി. അപ്പൊ ഞാൻ വേണമെങ്കിൽ ബാഗ് ഓടിച്ചു വിട്ട് റിവൈസ് ചെയ്യാം. നമ്മൾ തുടങ്ങിയത് എങ്ങനെയാ, ബേസ് ക്ലാസിഫിക്കേഷൻ ടൈപ്സ് എന്നാണ്. പണ്ട് നമ്മളുടെ അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷൻ തുടങ്ങി, പിന്നെ നമ്മൾ എന്താ പറയാ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തുടങ്ങി, 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തുടങ്ങി, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തുടങ്ങി, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ടേബിൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാന്ന് പറഞ്ഞിരുന്നു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 5 കിങ്ഡംസ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതായത് മൊണേറ എന്ന് പറഞ്ഞ മൊണേറയുടെ സെൽ ടൈപ്പ് എന്താ, പ്രോകാരിയോട്ടിക് ആണ് അല്ലെ, അതെ. പിന്നെ പ്രോട്ടിസ്റ്റ ആണ്. പ്രോട്ടിസ്റ്റ തൊട്ട് എല്ലാവരും യൂക്യാരിയോട്സാ. ഫംഗൈ യൂക്യാരിയോട്ട, പ്ലാന്റ് യൂക്യാരിയോട്ട, അനിമാലിയ യൂക്യാരിയോട്ട. ഇനി സെൽ വോൾ കമ്പോസിഷൻ. മൊണേറയിൽ എപ്പോഴും മെയിൻലി എന്താ, പോളിസാക്രൈഡ് ആയിരിക്കും, നോൺ സെല്ലുലോസിക് പോളിസാക്രൈഡ്. മെയിൻലി ബാക്ടീരിയയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് ഉണ്ടാവുക. പക്ഷെ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ലാത്ത ബാക്ടീരിയ ഏതാ, ആർക്കി ബാക്ടീരിയ. ഞാൻ നല്ല പറഞ്ഞിരുന്നു, സ്യൂഡോ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് അവർക്കുള്ളത്. പിന്നെ പ്രോട്ടിസ്റ്റിക് ചിലതിൽ സെൽ വോൾ കാണാം. ഫംഗൈ സെൽ വോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. പ്ലാന്റ്സിന് സെൽ വോൾ ഉള്ളത് എന്താ, സെല്ലുലോസ്. ആനിമൽസിന് പിന്നെ സെൽ വോൾ ആബ്സെന്റ്. ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ. മൊണേറ പ്രോകാരിയോട്ട എന്ന് പറഞ്ഞു, അപ്പൊ അത് ആബ്സെന്റ് ആയിരിക്കും. ബാക്കി എല്ലാത്തിനും എന്താ, ബാക്കിയെല്ലാം യൂക്യാരിയോട്സ് ആയതുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവും. പിന്നെ ഇവരുടെ സെല്ലുലാരിറ്റി. മൊണേറ യൂണിസെല്ലുലാർ ആണ്, പ്രോട്ടിസ്റ്റ യൂണിസെല്ലുലാർ ആണ്. ബാക്കി എല്ലാവർക്കും ഫംഗസ് മൾട്ടിസെല്ലുലാർ ആണെങ്കിൽ ലൂസ് ടിഷ്യൂ ആവാം, പ്ലാന്റ് ടിഷ്യൂ ആണെങ്കിൽ ഓർഗൻ ആവാം. നമ്മളുടെ എന്താ, ടിഷ്യൂ ചേർന്ന് എല്ലാം കൂടി ഓർഗൻ ആവും. എല്ലാ ഓർഗനും കൂടി ചേർന്ന് ഒരു ഓർഗൻ സിസ്റ്റം ആവും. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താ, ചിലതിൽ ഓട്ടോട്രോഫിക് ആവാം. മൊണേറയില് ഞാൻ പറഞ്ഞിരുന്നു, ചില ബാക്ടീരിയ ഹെട്രോട്രോഫിക്കും ആണ്. നമ്മളുടെ പ്രോട്ടിസ്റ്റ ഒരു ഓട്ടോട്രോഫിക്കും ആണ്, ഹെട്രോട്രോഫിക്കും ആണ്. ഫംഗൈ എല്ലാവരും ഹെട്രോട്രോഫിക് ആണ്. പ്ലാന്റ് എല്ലാവരും ഓട്ടോട്രോഫിക് ആണ്. പക്ഷെ ചില ഹെട്രോട്രോഫിക് പ്ലാന്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. അനിമയില് എന്താ, എല്ലാവരും ഓട്ടോട്രോഫിക്. നമ്മളെ ഹോളോസോയിക് മോഡ് ഓഫ് ഇൻജക്ഷൻ ഹ്യൂമൻസിന് എന്താ, മോഡ് ഓഫ് ഇൻജക്ഷൻ. അങ്ങനെയാണ് ഫുഡ് ഇൻടേക്ക്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 5 കിങ്ഡം. ഇത് ഞാൻ എല്ലാം
കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞപ്പോൾ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് പഠിക്കാൻ എളുപ്പമായില്ലേ? ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് നിങ്ങൾക്കത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാം റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓരോ ഡയഗ്രാം ഇതിൽ പഠിക്കണം. ഓരോ ഡയഗ്രാം, ലേബൽ ചെയ്ത ഡയഗ്രാംസ്, പിന്നെ ഈ ഓരോ ചെറിയ ചെറിയ ബോക്സസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതും പഠിക്കണം. ഞാൻ ഇതിലുള്ള എല്ലാതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ ഇതിലൊന്നും പറയാനില്ല. ഞാൻ എക്സസൈസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്. So that's all for today. Thank you.